ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 8 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സർചാർജിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർചാർജിൻ്റെ കാൽക്കുലേഷൻസും അതുപോലെ തന്നെ മാർജിനൽ റിലീഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അടുത്ത ലെവലിൽ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. കാൽക്കുലേറ്റ് ടാക്സ് ലൈബിലിറ്റി ഓഫ് മിസ്റ്റർ എ കെ എം, ദറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ അല്ലേ. മിസ്റ്റർ എ കെ എം എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ. ഒരു ടോട്ടൽ ഇൻകം എത്രയാണ്? ഒരു 201 lakhs. ഓക്കെ, സോ 201 ലക്ഷം. ഓക്കെ, ഫോർ ദ ടൈം ബീങ് നമുക്ക് തൽക്കാലത്തേക്ക് ഇഗ്നോർ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഓക്കെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക? സെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നമ്മൾ ടാക്സ് നോർമൽ ഇൻകം ടാക്സ് പ്ലസ് സർചാർജ് അപ്ലിക്കബിൾ ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. യെസ്, എൻസ് എല്ലാവരും സ്പീഡായിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സോ ടാക്സ് ഓൺ 201 lakhs അല്ലേ. ആദ്യത്തെ 0 to 2.5 lakhs നമുക്ക് എത്രയാണ് വരാം? 0 ബിക്കോസ് ബേസിക് എക്സംഷൻ. ദെൻ 2.5 lakhs to 5 lakhs എത്രയായിരിക്കും? 12,500. ദെൻ 5 lakhs to 10 lakhs at 20% നമുക്ക് 1 lakh. ഓക്കെ അല്ലേ. ബാലൻസ് ഇൻകം ദറ്റ് ഈസ് 10 lakhs ടു എവിടെ വരെ? 201 lakhs വരെയുള്ളതിന് 30% അല്ലേ. അപ്പോൾ അത് എത്ര വരും? 191 lakhsൻ്റെ 30% എന്ന് പറയുമ്പോൾ ടോട്ടൽ 57,30,000. ഓക്കെ ആണോ? അപ്പോൾ ഇതെന്ത് ചെയ്യുക? ജസ്റ്റ് ആഡ് ചെയ്തെടുക്കാം. ദറ്റ് ഈസ് 57,30,000 പ്ലസ് 1,58,30,000 പ്ലസ് 12,500. ടോട്ടൽ നോർമൽ ഇൻകം ടാക്സ് എത്ര വരുന്നുണ്ട്? 58,42,500. ഓക്കെ അല്ലേ. ദെൻ സർചാർജ് അപ്ലിക്കബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർചാർജ് അപ്ലിക്കബിൾ ആണ്. ബിക്കോസ് ടോട്ടൽ ഇൻകം എത്രയാണ്? ഗ്രേറ്റർ ദാൻ 50 lakhs ആണോ? അതെ. അപ്പോൾ 50 lakhs മുതൽ 1 crore വരെ എത്രയാണ്? 10% അല്ലേ. സോ 1 crore to 2 crores വരെ എത്രയാണ്? 15%. ഇവിടെ എത്രയാണ്? 2 crores മുകളിലാണ്. ബിക്കോസ് 201 ലക്ഷം എന്ന് പറയുമ്പോൾ 2 കോടിക്ക് മുകളിലാണ് അല്ലേ. അപ്പോൾ സർചാർജ് എത്ര വരും? 25% അല്ലേ. therefore add surcharge at the rate 25%. സോ ഇതിൻ്റെ 25% സർചാർജ് എടുക്കുമ്പോൾ ദറ്റ് ഈസ് 14,60,625 എന്നുള്ളത് വരും. ദെൻ ആഡ് ചെയ്ത് ടോട്ടൽ ടാക്സ് വരുമ്പോൾ 73,03,125. സോ ഇവിടെ വരെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരിക്കും. സോ ടാക്സ് കാൽക്കുലേഷൻ അറ്റ് 25% സർചാർജ് അപ്ലിക്കബിൾ ആണ്. ബിക്കോസ് 201 lakhs എന്ന് പറയുമ്പോൾ 2 crores മുകളിലാണ് therefore സർചാർജ് വരും അല്ലേ. ദെൻ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി മാർജിനൽ റിലീഫ് എന്നുള്ള കോൺസെപ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു എന്താണ്, ഒരു ടെററിസ്റ്റിനെ പോലെയാണ് അല്ലേ. ഒരു ബോർഡറിൻ്റെ അവിടേക്ക് വരുമ്പോൾ എനിക്ക് ബോർഡറിൻ്റെ അവിടെ വന്നാൽ അവിടെ പ്രശ്നം ഉണ്ടായിരിക്കും. ആ പ്രശ്നത്തിന് സൊല്യൂഷനായിട്ടാണ് എന്ത് വന്നത്? മാർജിനൽ റിലീഫ് വന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ബോർഡർ കാണാൻ പറ്റും. ബിക്കോസ് സർചാർജ് 15% നിന്ന് 25% മാറുന്നത് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ്? 2 crores. അപ്പോൾ 201 lakhs എന്ന് പറയുമ്പോൾ ഇൻ കേസ് 2 കോടി കഴിഞ്ഞ് ജസ്റ്റ് 1 ലക്ഷം രൂപ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ബോർഡറിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ മാർജിനൽ റിലീഫ് അപ്ലിക്കബിൾ ആണോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ഒരു വർക്കിംഗ് നോട്ട്സിൽ ഞാനിവിടെ സൈഡിൽ എഴുതാൻ തൽക്കാലം നോട്ട്സിൽ എന്ത് ചെയ്യുക? ടാക്സ് ഓൺ 200 lakhs അഥവാ 2 crores 200 lakhs ഒന്ന് കാണുകയാണെങ്കിൽ സെയിം 0 12,500. ഓക്കെ, സോ 1 lakh. then എന്തായിരിക്കും? 10 lakhs to 200 lakhs എത്രയാണ്? 190 lakhs അല്ലേ. സോ 190 lakhsൻ്റെ 30% നമുക്ക് വരും. ദറ്റ് ഈസ് 57 lakhs വരും. then അതെന്താണ്? ടോട്ടൽ ചെയ്യുമ്പോൾ സോ 58 lakh 12,500 വരും. ഓക്കെ, 58,12,500. അപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വലിന് മിസ്റ്റർ എ കെ എമ്മിൻ്റെ ടോട്ടൽ ഇൻകം 200 lakhs ആയിരുന്നെങ്കിൽ നോർമൽ ഇൻകം ടാക്സ് 58 ലക്ഷം വരും. ഇനി ഇതോടൊരു അവസാനിച്ചോ? ഇല്ല, ഇവിടെയും സർചാർജ് ഉണ്ട്. പക്ഷേ സർചാർജ് 200 lakhs അഥവാ 2 crores എത്രയേ ഉള്ളൂ? 15% ഉള്ളൂ. 2 crores കഴിയുമ്പോഴാണ് 25 മാറുന്നത് അല്ലേ. അപ്പോൾ കറക്റ്റ് എക്സാക്ട് 200 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എത്ര വരും? സോ എത്രയാണോ അതിൻ്റെ ടാക്സ്? 58,12,500. അതിൻ്റെ 15% 15% നമുക്ക് എന്ത് വരും? സർചാർജ് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 8,71,875. ഓക്കെ, സോ ജസ്റ്റ് എന്ത് ചെയ്യുക? ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ടോട്ടൽ കംസ് ടു 66,84,375. ഓക്കെ അല്ലേ.
അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് 200 lakhs ആണെങ്കിൽ വെറും 66 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിൽ ടാക്സ് വരേണ്ട സമയത്ത് നമുക്ക് 1 ലക്ഷം രൂപ കൂടിയതുകൊണ്ട്, ഓക്കെ, ജസ്റ്റ് 200 lakhs വിട്ട് 1 ലക്ഷം രൂപ കൂടിയത് കൊണ്ട് നമ്മുടെ ടാക്സ് 66 ലക്ഷത്തിൽ നിന്ന് നേരെ എവിടേക്ക് പോവാണ്, 73 ലക്ഷത്തിലോട്ട് പോവാണ്. ഓക്കെ, സോ കുറച്ച് എമൗണ്ട് കൂടുതൽ. ഓക്കെ, സോ 1 ലക്ഷം കൂടിയതിൻ്റെ പേരിൽ 1 ലക്ഷത്തിനേക്കാൾ മുകളിൽ നമുക്ക് ടാക്സിൽ എന്ത് വരുന്നുണ്ട്, ഇൻക്രീസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഏത് കോൺസെപ്റ്റ് വരുന്നത്, മാർജിനൽ റിലീഫ് വരുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്യാണ്, മാർജിനൽ റിലീഫ് ചെക്ക് ചെയ്യാണ്. സോ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻക്രീസ് ഇൻ ടാക്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻക്രീസ് ഇൻ ടാക്സ് ഇൻക്രീസ് ഇൻ ഇൻകത്തിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വാട്ട് ഈസ് എ ഇൻക്രീസ് ഇൻ ടാക്സ്. ഓക്കെ, ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയായിരുന്നു, ഈ ഒരു 73 lakhs ഈ ഒരു 66 lakhs സംതിങ് നമ്മളുടെ ഡിഫറൻസ് അല്ലേ. therefore 73 lakhs 3,125 minus 66 lakhs 84,375. therefore increase in tax is equal to 6,18,750. ഓക്കെ, എന്താണ് വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ഇൻകം. ഓക്കെ, സോ ഈ ഒരു ഇത്രയും ടാക്സ് കൂടാൻ കാരണമായത് എന്തുകൊണ്ടാണ്, 1 ലക്ഷം രൂപ എന്ത് ചെയ്തു കൂടുതൽ വന്നു അല്ലേ. സോ വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ഇൻകം, ഇൻക്രീസ് ഇൻ ഇൻകം ഈസ് ഈക്വൽ ടു 1 lakh. ഓക്കെ, സോ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5,18,750 നമുക്ക് എന്തായിട്ട് കിട്ടും, നമുക്ക് മാർജിൻ റിലീഫായിട്ട് വരും. 5,18,750 രൂപ അല്ലേ. സോ നമ്മൾ ആലോചിച്ച് നോക്കാം, നമുക്ക് ആകെ 1 ലക്ഷം രൂപ ഇൻകം കൂടിയതിൻ്റെ പേരിൽ ജസ്റ്റ് ഒരു 1 lakh rupees എന്ത് ചെയ്ത് ഇൻകം കൂടി. ഓക്കെ, അതാണ് നമ്മളെ ഭാഗത്ത് വന്നത്. അതായത് ഈ ഒരു 200 lakhs, ഓക്കെ, ഈ ഒരു 200 lakhs ഉള്ള ഒരു ഇൻഡിവിജ്വലിനെ അപേക്ഷിച്ച് നമുക്ക് 1 ലക്ഷം രൂപ എന്ത് ചെയ്തു ഇൻകം കൂടിയതിൻ്റെ പേരിൽ അവനടക്കുന്ന 200 ലക്ഷം വരുമാനമുള്ള ആളടക്കുന്ന ടാക്സിനേക്കാളും എന്ത് ചെയ്തു ഏകദേശം 6,18,750 രൂപ കൂടുതൽ അടക്കണം. ഓക്കെ, സോ അവനടക്കുന്നത് അവന് നമ്മളുടെ ഇൻകത്തിൽ എത്ര വ്യത്യാസമുള്ളൂ, വെറും 1 ലക്ഷം രൂപ. നേരെ മറിച്ച് നമ്മളെ ടാക്സിൽ എത്ര വ്യത്യാസം വന്നു, 6,18,750 അല്ലേ. അപ്പോൾ നമുക്ക് വിഷമാവില്ല, നമ്മളെന്ത് പറയും, നമ്മൾ ഗവൺമെൻറ്റിനോട് പറയും ഒരു കാര്യം ചെയ്യും, ഞാനും അവൻ തമ്മിലുള്ള വ്യത്യാസം തന്നെ ആകെ 1 ലക്ഷം രൂപ അല്ലേ, എനിക്ക് 1 ലക്ഷം അവനേക്കാൾ കൂടുതലുണ്ട്. സോ അതിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യാം, ആ 1 ലക്ഷം എന്താണ് എനിക്ക് ആ കൂടുതലുള്ള മുഴുവൻ ഞാൻ എന്ത് ചെയ്യാം വിട്ടുതരാം. ഓക്കെ, സോ ആ മുഴുവൻ എമൗണ്ട് ഗവൺമെൻറ് എടുത്തോ, അപ്പോഴെങ്കിലും എനിക്ക് ആ ടാക്സിൽ എന്തൊരു ആ ഒരു സേവിങ്സ് കിട്ടുമല്ലോ. എത്രയാണ് സേവിങ്സ് കിട്ടാം, 5,18,750. അങ്ങനെ ആ ഗവൺമെൻറ് കൊടുക്കുന്ന ആ ഒരു റിലീഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർജിനൽ റിലീഫ് എന്ന് വിളിക്കുന്നത്. ഈ മാർജിനൽ റിലീഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിൻ്റെ നോർമൽ നമ്മൾ സർചാർജ് വെച്ച് നമ്മൾ ചെയ്ത ടാക്സ് ലൈബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 5,18,000 ഈ 5,18,750 നമ്മളിവിടെ എന്ത് ചെയ്യുക, മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈനസ് ചെയ്യുക. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 5,18,750 മൈനസ് ചെയ്യുക. ഓക്കെ, സോ മൈനസ് ചെയ്ത് നോക്കിയാൽ that is 73 lakhs 3,125 minus 5,18,750 comes to 67 lakhs 84,375. ഓക്കെ, 67,84,375 എന്നുള്ള എമൗണ്ട് അല്ലേ. സോ ഈ ഒരു എമൗണ്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ ഒരു എമൗണ്ടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, 200 lakhs ഉള്ള ഒരാൾ അടക്കുന്ന ടാക്സ് എത്രയാണോ അതേ പ്ലസ് നമുക്ക് വന്ന ആ ഒരു എക്സ്ട്രാ ഇൻകം ആയിരിക്കും അല്ലേ. സോ 200 lakhs ഉള്ളവൻ അടക്കുന്ന എത്രയാണ്, 66,84,375 ആണെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിനോട് പറയാണ്, സോ ഞാൻ 201 ലക്ഷം എനിക്ക് വരുമാനമുണ്ട്, ഞാൻ ആ 1 ലക്ഷം എക്സ്ട്രാ വന്നതും കൂടെ ഞാൻ എന്ത് ചെയ്യാം തരാം. അവൻ തരുന്നതിനേക്കാളും അവൻ തന്ന ടാക്സ് എത്രയാണ് അത് ഞാൻ തരാം, പ്ലസ് എനിക്ക് വന്ന അധിക വരുമാനം ഉണ്ടല്ലോ 1 lakh, അത് ഞാൻ മുഴുവൻ ഞാൻ തരാം. അതുകൊണ്ട് ഈ 66ൻ്റെ കൂടെ 1 ലക്ഷം കൂടെ എക്സ്ട്രാ കൊടുക്കുമ്പോൾ 67,84,375 ആവും. ആണ് ഈ ഒരു 2 നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ദെൻ ഇവിടെയാണ് നമുക്കൊരു ടാക്സിൻ്റെ റൗണ്ട് ഓഫിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ബിക്കോസ് ഇവിടെ 375 വരുമ്പം ഇൻകം ടാക്സിൽ ഒരിക്കലും ഈ 5 rupees അടക്കുന്നത് 5 rupees അല്ല, നിയറസ്റ്റ് 10 rupees ആണ്. ഓക്കെ, നിയറസ്റ്റ് 10 rupees ആണ് നമ്മൾ ടാക്സ് അടക്കുന്നത്. റൗണ്ട് ഓഫ് ആണ്. ഓക്കെ, ഇപ്പോൾ 375 വരെ 378 വന്നാൽ നമ്മൾ 380. അപ്പോൾ റൗണ്ട് ഓഫ് നിയറസ്റ്റ് 10 എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി ഇൻകം ടാക്സ് സർചാർജ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു ഇഗ്നോർ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. നമ്മൾ ടോട്ടൽ ടാക്സ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് സർചാർജ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത എമൗണ്ട്, അതായത് ഈ ഒരു 67,84,375 അതിൻ്റെ മുകളിൽ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഫൈനൽ ടാക്സ് പേയബിൾ കിട്ടുന്നത്. ഇനി നമ്മൾ ടാക്സ് പേയബിൾ ടോട്ടൽ ടാക്സ് പേയബിൾ എമൗണ്ട് ഒരു എക്സാമ്പിൾ എടുക്കണം മനസ്സിലാൻ വേണ്ടിയിട്ട്. 1 2 3 1. ഓക്കെ, 1 2 3 2 1 2 3 3
1 2 3 4 1 2 3 5 1 2 3 6 7 8 ഓക്കെ. സോ നോക്കാം, ഇത്തരം സിറ്റുവേഷൻസിൽ, അതായത് നമ്മളിപ്പോൾ ടോട്ടൽ ടാക്സ് പേബിൾ ഈ ഒരു എമൗണ്ട് ആണ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ ഇവിടെ 1 ആണ് വന്നതെങ്കിൽ, അതുപോലെ 2 അല്ലെങ്കിൽ 3 4, സോ 4 വരെ. ഓക്കെ, സോ 1 മുതൽ, അതായത് ലാസ്റ്റത്തെ നമ്പർ നമ്മളിപ്പോൾ റുപ്പീസിലിപ്പോൾ 31 രൂപ, 32 രൂപ, 33, 34, 34 വരെ. ഓക്കെ, സോ ഈ ഒരു റേഞ്ച് ഇവിടെ വരെയാണെങ്കിൽ നമ്മൾ ഡൗൺവേർഡ്സ് ആണ്, റൗണ്ട് ചെയ്യേണ്ടത് താഴോട്ടാണ്. ഓക്കെ, സോ റൗണ്ട് അപ്പ് അല്ല, റൗണ്ട് ഡൗൺ ആണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ എല്ലാ കേസിലും 1230 രൂപ ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടാക്സ് പേബിൾ വരുന്നത് സെസ് അടക്കം 1231 ആണെങ്കിലും 32 ആണെങ്കിലും 33 34 ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി, 1230 രൂപ പേ ചെയ്താൽ മതി, റൗണ്ട് ഓഫ്. ഓക്കെ, നേരെ മറിച്ച് 5 ഓർ എബോവ് ആണെങ്കിൽ, സോ 1235 അല്ലെങ്കിൽ ഇതിന് എബോവ് ആണെങ്കിൽ ഇതിനെന്തായിരിക്കും, ഇത് നെക്സ്റ്റ് റൗണ്ട് അപ്പായിരിക്കും ചെയ്യുക. ദാറ്റ് ഈസ് 1240 രൂപയായിരിക്കും ടാക്സ് അടയ്ക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അടുത്ത റൗണ്ട് സാർ ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇൻ കേസ് ഇത് റൂളാണോ അല്ലെങ്കിൽ നിയമത്തിലുണ്ടോ എന്ന് വെച്ചാൽ നമുക്കറിയാം 298 സെക്ഷൻസ് ആണ് ഇൻകം ടാക്സിലുള്ളത് അല്ലേ. സോ ഇൻകം ടാക്സിൻ്റെ 288B എന്ന് പറയുന്ന സെക്ഷൻ നമ്പർ 288B എന്നുള്ള സെക്ഷൻ, അതിൻ്റെ ഒപ്പം നമുക്കപ്പോൾ അറിയേണ്ടത് 288A എന്നുള്ള സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ഇത് ടാക്സ് പേയബിൾ ആണ്. ഓക്കെ, ടാക്സ് പേയബിൾ. ഓക്കെ, അപ്പോൾ ടാക്സ് പേയബിളിനെ റൗണ്ട് ചെയ്യുന്നത് നമ്മളെവിടെയാണ് പറയുന്നത്, സെക്ഷൻ നമ്പർ 288Bയിലാണ് പറഞ്ഞത്. ടാക്സ് പേയബിൾ എന്ത് ചെയ്യണം, റൗണ്ട് ഓഫ് നിയറസ്റ്റ് 10 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടാക്സ് പേബിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതുമില്ലാണ്, ടോട്ടൽ ഇൻകത്തുമിലാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്ഷൻ നമ്പർ 288A പറയുന്നത്, സപ്പോസ് നിങ്ങൾ 5 ഹെഡിൽ കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ ഇൻകം ഉണ്ടല്ലോ നിങ്ങളുടെ, ആ ഒരു ടോട്ടൽ ഇൻകം ഓക്കെ ഇതുപോലെ തന്നെ റൗണ്ട് ഓഫ് ചെയ്യണം നിയറസ്റ്റ് 10. ദാറ്റ് ഈസ് ടോട്ടൽ ഇൻകം റൗണ്ട് ഓഫ് ചെയ്യുന്നത് നിയറസ്റ്റ് 10. അതാണ് സെക്ഷൻ നമ്പർ 288A പറയുന്നത്. അഗെയിൻ റൗണ്ട് ഓഫ് നിയറസ്റ്റ് 10. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയ സെക്ഷൻ പഠിച്ചു. സെക്ഷൻ നമ്പർ 288 പറയുന്നത് ടോട്ടൽ ഇൻകം എന്ത് ചെയ്യണം, നിയറസ്റ്റ് 10 എന്ത് ചെയ്യണം, മാറ്റണം. അതുപോലെ തന്നെ 288B പറയുന്നത് ടോട്ടൽ ടാക്സ് പേയബിൾ നിയറസ്റ്റ് 10 എന്ത് ചെയ്യണം, മാറ്റണം. ഇനി നിയറസ്റ്റ് 10 എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് 5 ഓർ എബോവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അപ്വേർഡ് ആണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് 10 ആണ് എടുക്കേണ്ടത്. ദെൻ 1 2 3 4 ആണെങ്കിൽ, അല്ലെങ്കിൽ 5ന് താഴെ ആണെങ്കിൽ, ഓക്കെ 4 വരെ ആണെങ്കിൽ നമുക്ക് ഡൗൺവേർഡ് എന്ത് ചെയ്യാം, നിയറസ്റ്റ് 10 മാറ്റണം. ഓക്കെ, യെസ്, വിത്ത് ദിസ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. സോ ക്വസ്റ്റ്യൻ നമ്പർ 9ൻ്റെ അകത്ത് നമുക്ക് മാർജിനൽ റിലീഫ് അപ്ലിക്കബിൾ ആണ്. 5,18,750 വിൽ ബി ദ മാർജിൻ റിലീഫ്. ഓക്കെ, യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ബോർഡർ ലെവൽ 50 lakhs ബോർഡർ ലെവൽ കവർ ചെയ്തു ആ കോൺസെപ്റ്റ്. ദെൻ 100 lakhs 1 CR, ദെൻ 2 CR ഇപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത സർചാർജ് ചേഞ്ച് വരുന്ന എപ്പോഴാണ് നമുക്കറിയാം, ഓൾഡ് റിജീമിൻ്റെ അകത്ത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം 2 crore എബവ് ടു 5 crore വരെയാണെങ്കിൽ നമുക്കറിയാം 25% ആണ് സർചാർജ് വരുന്നത് അല്ലേ. അപ്പോൾ അടുത്ത ലെവൽ എന്ന് വെച്ചാൽ 5 crores ക്രോസ് ചെയ്താലാണ്, 5 കോടി കഴിഞ്ഞാൽ പിന്നെ സർചാർജ് 25ൽ നിന്ന് എത്രയാവും, 35 ആണോ അല്ലേ, 37%. ഓക്കെ, സോ ഇങ്ങനെ 10 15 25 35 എന്ന് പറയരുത്. സോ 37% എന്ത് വരുന്നത്, അടുത്ത സർചാർജ് വരുന്നത്. ദെർഫോർ ക്വസ്റ്റ്യൻ നമ്പർ 10 ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ 10 അഗെയിൻ ഓൾഡ് റിജീം തന്നെയാണ്. ഓക്കെ, ഓൾഡിൽ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ കാൽക്കുലേറ്റ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് അഗെയിൻ മിസ്റ്റർ ഇൻഡിവിജ്വൽ ആണ്, AKM. ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു ₹501 lakhs. അഗെയിൻ ഇഗ്നോർ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഓക്കെ, സോ അപ്പോൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആ 4% കാൽക്കുലേഷൻ വേണ്ട. പക്ഷേ 501ൻ്റെ എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് ഇൻക്ലൂഡിങ് സർചാർജ് അടക്കമുള്ള കമ്പ്യൂട്ട് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ അഗെയിൻ നമുക്കറിയാം ഈ 501 lakhs എന്നുള്ള എമൗണ്ട് കാണുമ്പോൾ ടോട്ടൽ ഇൻകം കാണുമ്പോൾ നമുക്കറിയാം ടോട്ടൽ ഇൻകം വന്ന് നിൽക്കുന്നത് ബോർഡറിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ മാർജിനൽ റിലീഫ് എന്നുള്ള കോൺസെപ്റ്റ് അപ്ലിക്കബിൾ ആണല്ലോ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അത് എക്സാമിന് സെപ്പറേറ്റ്ലി ക്വസ്റ്റിൻ്റെ അകത്തൊന്നും പറയില്ല, നമ്മളെന്ത് ചെയ്യുക, ആ ഇൻകം കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, ബോർഡറിലാണ്, അതുകൊണ്ട് മാർജിനൽ റിലീഫിനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം,
മനസ്സിലാക്കി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. യെസ്, നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, വിത്തൗട്ട് മാർജിനൽ ലീഫ് അപ്ലിക്കബിൾ അല്ലാത്ത രീതിയിൽ. സോ ടാക്സ് ഓൺ 501 lakhs ഒന്ന് നോക്കാം അല്ലേ. സോ അഗെയിൻ 0 to 2.5 lakhs എത്രയായിരിക്കും? 0 ബിക്കോസ് ബേസിക് എക്സംഷൻ. 2.5 lakhs to 5 lakhs എത്രയായിരിക്കും? മറ്റ് 5% 12,500. ദെൻ 5 lakhs to 10 lakhs. ഓക്കെ, ഇവിടെ ബേസിക് എക്സംഷൻ 2.5 ആണ് ബിക്കോസ് ഏജ് തരാത്തതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലെസ് ദാൻ 16 ആണ്, റെസിഡൻ്റ് ആണ്. ഓക്കെ, ദെൻ 5 lakhs to 10 lakhs നമുക്കറിയാം 20% നമുക്ക് എത്ര കിട്ടും? 1 lakh. ദെൻ 10 lakhs to എത്രയും 501 അല്ലേ. സോ അപ്പോൾ 10 ലക്ഷം മുതൽ 501 ലക്ഷം വരെ ഡിഫറൻസ് എത്ര? 491 ലക്ഷം. ഈ 491 ലക്ഷത്തിന് 491 ലക്ഷത്തിൻ്റെ 30% ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് സോ 1,47,30,000 രൂപ എന്ത് വരും? അതിൻ്റെ മാത്രം ടാക്സ് വരും 30%. സോ ടോട്ടൽ ആഡ് ചെയ്യുകയാണെങ്കിൽ സോ 1,47,000 പിന്നെ 1,48,000 ദെൻ അഗെയിൻ 12,500. സോ അപ്പോൾ ടോട്ടൽ എത്രയും 1,48,30,000 12,500 42,500 അല്ലേ. യെസ്, അപ്പോൾ 1,48,40,000 രൂപയാണ് നമുക്ക് എന്ത് വരുന്നത്? ബേസിക് ഇൻകം ടാക്സ് വരുന്നത് വിത്തൗട്ട് സർചാർജ്. ദെൻ സർചാർജ് അപ്ലിക്കബിൾ ആണ് ബിക്കോസ് 501 ആണ് വരുന്നത് അല്ലേ. സോ 5 കോടിക്ക് മുകളിലാണെങ്കിൽ സർചാർജ് എത്രയാണ്? 37%. ദെർഫോർ പ്ലസ് സർചാർജ്. ഓക്കെ, സർചാർജ് at the rate of 37% is equal to സോ ഈ ഒരു എമൗണ്ടിന് ദാറ്റ് ഈസ് 1,48,42,500 37% comes to 54,91,725 സർചാർജ്. ഓക്കെ അല്ലേ. ഈ സർചാർജ് കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ ടോട്ടൽ ടാക്സ് വിൽ കംസ് ടു 203 അല്ലേ. 2,03,34,225. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസ് വരും. നമ്മൾ എന്ത് ചെയ്യുന്നില്ല തൽക്കാലം ഇപ്പോൾ അത് ചെയ്യുന്നില്ല. മാത്രമല്ല മാർജിനൽ ലീഫ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ മാർജിനൽ ലീഫ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ബിക്കോസ് ഇവിടെ എന്താണ് ടാക്സ് ഓൺ 501 ബോർഡറിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യാം. ബോർഡർ ഏതാണ്? 500. ഓക്കെ, ആ ഒരു സ്ലാബ് മാറുന്നത് സർചാർജിൻ്റെ സ്ലാബ് മാറുന്നത് 500 lakhs വരെയാണ്. അപ്പോൾ 500 lakhs ഉള്ള ഒരാൾക്ക് 25% മാത്രമേ സർചാർജ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 500 lakhsൻ്റെ ടാക്സ് എന്ത് ചെയ്യുക? ഒന്ന് നോക്കാം. ദറ്റ് ഈസ് അഗെയിൻ സെയിം തന്നെ 0 12,500. ഓക്കെ, സോ ഇവിടെ 1 lakh, അതിലൊന്നും യാതൊരു ചേഞ്ച് ഇല്ല. then എവിടെയാണ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 10 lakhs to 500 lakhs വരുമ്പോൾ 490 lakhs ആണ് വരിക. അതിൻ്റെ 30% എന്ന് പറയുമ്പോൾ 147 lakhs ആണ് വരുന്നത് അല്ലേ. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ 148 1,48,12,500 രൂപയായിരിക്കും ടോട്ടൽ ബേസിക് ഇൻകം ടാക്സ് വിത്തൗട്ട് സർചാർജ്. ദെൻ സർചാർജ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർചാർജ് ഉണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ 500 lakhs എന്ന് പറയുമ്പോൾ ഓക്കെ ഇവിടെ സർചാർജ് ഇവിടെ 37%, ഇവിടെ 500 ലക്ഷം ആയതുകൊണ്ട് അവിടെയും സർചാർജ് ഉണ്ട്. സർചാർജ് എത്രയാണ്? 25% ഉള്ളൂ. ആ ഒരു ഹയർ റേറ്റിലോട്ട് വരുന്നത് 500 ക്രോസ് ചെയ്യുമ്പോഴാണ് അല്ലേ. 5 crores ക്രോസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എക്സാക്ട് 500 lakhs 5 crores നമുക്ക് എത്രയാണ്? 25% ആണ് സർചാർജ്. therefore 148,12,500 into 25% സർചാർജ് എന്ന് പറയുമ്പോൾ 37,03,125 കൂടെ എന്ത് വരും. സോ അതും കൂടെ നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ 1,85,15,625. ഓക്കെ, സോ 1,85,00,000 അല്ലേ. 1,85,15,625 നമുക്ക് എന്ത് വരുന്നത്? ടാക്സ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ തന്നെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നോക്കിയേ. സോ ഈ ഒരു പോയിന്റിൽ വെച്ച് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഈ എക്സാക്ട് 500 lakhs ഉള്ള ഒരാൾക്ക് ആകെ 1,85,00,000 രൂപയാണ് ടാക്സ് വരുന്നത് ഇയർലി. നേരെ മറിച്ച് ആ 500 lakhs to 501 പോകുമ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒരു 1 lakh rupees ആണ് അല്ലേ. സോ ജസ്റ്റ് 1,00,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് വരുന്നത്. ഈ 1,00,000 രൂപ ഇൻക്രീസ് വരുന്നത് കൊണ്ട് ടാക്സിലുണ്ടാവുന്ന വ്യത്യാസം നോക്കി 185 lakhs നേരെ 203. എനിക്ക് ഡയറക്റ്റ് ആ ലാക്സിൽ തന്നെ എടുക്കുമ്പോൾ തന്നെ ഏകദേശം 18 ലക്ഷത്തിൻ്റെ അടുത്ത് നിന്നുണ്ട് വ്യത്യാസം വരുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ ഒരു 1,00,000 രൂപ എന്ത് കൂടിയതുകൊണ്ട്? വരുമാനം കൂടിയതുകൊണ്ട്. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? നിങ്ങൾക്ക് 1,00,000 രൂപ കൂടിയതിൻ്റെ പേരിൽ 18 ലക്ഷം രൂപ കൂടുതൽ അടക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ആ കൂടിയ എമൗണ്ട് ഞാൻ അങ്ങോട്ട് തരാം, എനിക്ക് ആ എമൗണ്ട് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയും അല്ലേ. സോ അതന്നെയാണ് നമ്മൾ മാർജിനൽ ലീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 500 lakhs എനിക്കുള്ള ആൾ കൊടുക്കുന്ന ടാക്സ് എത്രയാണോ അത് നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. ഓക്കെ, സോ അത് നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. അത് മുഴുവൻ കൊടുക്കാം. ദാറ്റ് ഈസ് ചെയ്ത് കൊടുക്കാം 185 lakhs സംതിങ് കൊടുക്കാം.
പ്ലസ് അവനും ഞാൻ തമ്മിലുള്ള വ്യത്യാസം തന്നെ എനിക്ക് അവനേക്കാൾ 1 lakh ഇൻകം കൂടുതലുണ്ട്, അതും ഞാൻ വിട്ടുതരാം. ദെർഫോർ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവനടക്കുന്ന ടാക്സ് പ്ലസ് 1 lakhs ഈസ് ഈക്വൽ ടു 1,86,15,625 ആയിരിക്കും നമ്മളുടെ എന്ത് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യാം വരുന്നത്. ഓക്കെ, സോ 1,86,15,625. ഓക്കെ, ഇത് ഏറ്റവും സിമ്പിളായിട്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ എക്സാമിന് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇതാണ് നമ്മളുടെ സർചാർജ് വെച്ചിട്ടുള്ള ടോട്ടൽ ടാക്സ് 203 lakhs. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ലെസ് മാർജിനൽ റിലീഫ് അല്ലേ. സോ മാർജിനൽ റിലീഫ് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിന് വേണ്ടി മാർജിനൽ റിലീഫ് എടുക്കാം. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ മാർജിനൽ റിലീഫിൻ്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു, ഇൻക്രീസ് ഇൻ ടാക്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻക്രീസ് ഇൻ ഇൻകത്തിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണെന്ന് എന്തെങ്കിലും നോക്കണം. ഇൻക്രീസ് ഇൻ ടാക്സ്. ഓക്കെ, ടാക്സിലെ ഇൻക്രീസ് എത്രയാണ്, അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഓക്കെ, സോ 500 lakhsൻ്റെയും 501 lakhsൻ്റെയും എന്ത് ചെയ്യുക, സർചാർജ് അടക്കമുള്ള ടാക്സ് ലയബിലിറ്റി തമ്മിലുള്ള കമ്പയർ ചെയ്യുക, ഡിഫറൻസ് എടുക്കുക, which is equal to so 1,85,15,625 minus 203,34,225. So difference will be 18 ലക്ഷത്തി. ഓക്കെ, ഇൻക്രീസ് ഇൻ ടാക്സ് എന്ന് പറയുന്നത് 18,18,600 രൂപയാണ് ടാക്സിലുണ്ടായ ഇൻക്രീസ് ബിക്കോസ് ഓഫ് ആ 1 lakh ഇൻകം കൊണ്ട്. ദെർഫോർ ആ ഒരു 1 lakh ആണ് നമുക്ക് ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുന്നത്. ആ ഒരു ഇൻക്രീസ് ഇൻ ഇൻകം 1 lakh ഓക്കെ നമ്മൾ മുഴുവൻ കൊടുത്താൽ പോലും ബാലൻസ് നമുക്ക് എക്സ്ട്രാ ടാക്സ് എത്ര വന്നിട്ടുണ്ട്, 17,18,600 ഗവൺമെൻറ് പറയുകയാണ്. സോ ബിക്കോസ് ഓഫ് ദിസ് 1 lakh നമുക്ക് 18 lakhs ടാക്സിൻ്റെ എന്തോന്ന് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യും. അപ്പോൾ 18 ലക്ഷം ടാക്സ് ഞാൻ അടക്കുന്നില്ല, എനിക്ക് ആ വന്ന അഡീഷണൽ എനിക്ക് ഞാൻ വിട്ടുതരാം, 1 lakh വിട്ടുതരാം. അപ്പോൾ എൻ്റെ ടാക്സ് ലൈബിലിറ്റിയിൽ നിങ്ങൾ എന്ത് തരുമോ, ഈ ഒരു 17,18,600 എനിക്ക് എന്ത് തരുമോ, ഡിസ്കൗണ്ട് തരുമോ, കുറച്ച് തരുമോ, എനിക്കൊരു റിലീഫ് തരുമോ. ആ റിലീഫിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർജിനൽ റിലീഫ്. ദെർഫോർ സെയിം എമൗണ്ട് ഇവിടെ എന്തായിട്ട് വരും, മാർജിനൽ റിലീഫായിട്ട് വരും. ദാറ്റ് ഈസ് 17,18,600. ദെൻ നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ സോ 203 lakhs. ഓക്കെ, നമുക്കറിയാം ഇവിടെ എന്താ ആൻസർ വരുന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. ഇവിടെ ഏത് ആൻസർ ആയിരിക്കും, ഇവിടെ എക്സാക്ട്ലി ഈ ഒരു ആൻസർ നമുക്ക് വരണം നമുക്കറിയാം അല്ലേ. നമ്മൾ ലോജിക്കലി ഈ ഒരു ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ഇതിവിടെ എത്തണം അല്ലേ. പക്ഷേ എക്സാം പ്രസൻറ്റേഷനാണ് ഇവിടെ കാണിച്ചത്. സോ നമുക്ക് നോക്കാം 203, 34, 225 നമ്മുടെ ഡിഫറൻസ് നമുക്ക് എടുക്കുമ്പോൾ എക്സാക്ട്ലി നമുക്ക് എന്ത് വരും, ആ ഒരു 1 crore 203,34,225 മൈനസ് 17,18,600 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും, 1,86,15,625. ഓക്കെ അല്ലേ, ഇറ്റ് ഈസ് സെയിം. അപ്പോൾ ഇതാണ് മാർജിനൽ റിലീഫിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു മാർജിനൽ റിലീഫ് എന്ന് വെച്ചാൽ സമ്മറി എന്താ പറയുന്നത്, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ടാക്സ് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇൻക്രീസ് ഇൻ ഇൻകത്തിനേക്കാളും കൂടാനായിട്ട് പാടില്ല. ഓക്കെ, അത് കൂടാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് എന്ത് തരും, ഗവൺമെൻറ് റിലീഫ് തരും. ആ റിലീഫിനാണ് മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത്. ആ ഒരു എക്സ്ട്രാ ടാക്സിന് നമുക്കൊരു ഡിസ്കൗണ്ട് ആയിട്ട് തരും. അപ്പോൾ അത് സംഭവിക്കുന്നത് നോർമലി എപ്പോഴായിരിക്കും, എല്ലാ സിറ്റുവേഷനിലും മാർജിനൽ റിലീഫ് ഉണ്ടാവും ഇല്ല, നോർമലി മാർജിനൽ റിലീഫ് ഉണ്ടാവും നമ്മുടെ ടോട്ടൽ ഇൻകം സർചാർജ് അപ്ലിക്കബിൾ ആവുന്ന അല്ലെങ്കിൽ സർചാർജിൽ ചേഞ്ച് വരുന്ന ആ ഒരു സ്ലാബിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബോർഡർ പോയിന്റിൻ്റെ അടുത്തുള്ള സമയങ്ങളിൽ ടോട്ടൽ ഇൻകം ആ ലെവലിൽ വരുമ്പോഴാണ് നമുക്ക് നോർമലി എന്ത് വരുന്നത്, മാർജിനൽ റിലീഫ് കോൺസെപ്റ്റ് അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ പൊതുവെ അത് എക്സാമിന് നിങ്ങളോട് മാർജിനൽ റിലീഫ് ചെയ്യണം എന്നുള്ളതൊന്നും ആരും എക്സാമിന് ക്വസ്റ്റ്യന് പറയില്ല. നമ്മൾ ക്വസ്റ്റ്യനിലെ ആ ഒരു ടോട്ടൽ ഇൻകത്തിൻ്റെ ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്കൊരു 1-2 ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ട് നമുക്ക് മാർജിനൽ റിലീഫിൻ്റെ കോൺസെപ്റ്റ് സർചാർജ് ആൻഡ് മാർജിനൽ റിലീഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 10 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. അഗെയിൻ ഓൾഡ് റിജിയം തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. കുറച്ച് സ്പീഡാക്കാം, നോക്കാം. കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി ഓഫ് അഗെയിൻ മിസ്റ്റർ AKM റെസിഡൻ്റ് ആണ്. സോ പ്രത്യേകിച്ച് പറയുന്നില്ല. ദെൻ ടോട്ടൽ ഇൻകം ഈസ് rupees 203 lakhs. സോ 203 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 201 lakhs ആണ് മുമ്പത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 203 മാർജിനൽ റിലീഫ് വരെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. യെസ്, ടാക്സ് ഓൺ 203 lakhs 203 ലക്ഷം രൂപയുടെ ടാക്സ്. സോ അഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം 0 to 2.5 lakhs ബേസിക് എക്സംഷൻ 0, 2.5 lakhs to 5 lakhs we know that 5% 12,500 അല്ലേ. Then next comes to 5 to 10 lakhs, therefore at 20% that is 1 lakh.
ദെൻ എബൌട്ട് 10 lakhs 10 ലക്ഷത്തിന് മുകളിൽ എത്ര വന്നാലും നമുക്ക് എത്രയാണ് 30%. സോ 10 ലക്ഷം മുതൽ 203 ലക്ഷം വരെ അല്ലേ. സോ 10 to 203 ലക്ഷം എന്ന് പറയുമ്പോൾ 193 ലക്ഷം. 193 ലക്ഷത്തിൻ്റെ 30% കംസ് ടു 57 lakhs 90,000 അല്ലേ. 57 lakhs 90,000. നോർമൽ ഇൻകം ടാക്സ് എന്ത് ആഡ് ചെയ്യുക 58 lakh 90,000 ദെൻ 59 lakhs ആയി. ദെൻ 59 lakhs 2,000 അല്ലേ. 59 lakhs 2,500 ആഡ് ചെയ്തെടുക്കാം. ഓക്കെ. ദെൻ അഗെയിൻ സർചാർജ് അപ്ലിക്കബിൾ ആണ്. അതേ സർചാർജ് അപ്ലിക്കബിൾ ആണ്. ഏത് സ്ലാബിലാണ് വരുന്നത്? ബിക്കോസ് 2 crores ക്രോസ് ചെയ്തതുകൊണ്ട് അല്ലേ. സോ 50 lakhs to 1 crore 10% ഉള്ളൂ. 1 കോടി മുതൽ 2 കോടി വരെ നമുക്ക് 10 മുതൽ 15 ആവും. ദെൻ അത് ഈ 2 കോടിക്ക് മുകളിലാണെങ്കിൽ 5 കോടിയിൽ 25 ആവും അല്ലേ. ദെൻ 5 കോടിക്ക് മുകളിലാണെങ്കിലാണ് 37 വരുന്നത്. അപ്പോൾ 2 കോടിക്ക് മുകളിലായതുകൊണ്ട് സർചാർജ് നമ്മൾ എന്ത് ചെയ്യും? അപ്ലിക്കബിൾ ആണ്. സർചാർജ് അറ്റ് ദ റേറ്റ് നമുക്ക് വരുന്നത് 25% വരെ. സോ 59 lakhs 2,500 into 25% സർചാർജ് കംസ് ടു 14 lakhs 75,625. ഈ ഒരു സർചാർജ് കൂടി എന്ത് ചെയ്യാം? ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വരുന്നത് 73 lakh 78,125. സോ ഇൻകം ടാക്സ് ഇൻക്ലൂഡിങ് സർചാർജ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബോർഡർ ലെവൽ തന്നെയാണ്. സോ 203 എന്ന് പറയുമ്പോൾ 200 lakhsൻ്റെ ആ ഒരു അടുത്ത് തന്നെയാണ്. സ്വാഭാവികമായിട്ട് മാർജിനൽ ലീഫ് അപ്ലിക്കബിൾ ആണ്. നമ്മൾ ചെക്ക് ചെയ്യണം. സോ ചെക്ക് നോട്ട് ചെയ്ത് നമ്മൾ ചെക്ക് ടാക്സ് ഓൺ 200 lakhs. ഓൾറെഡി 200 lakhsൻ്റെ ടാക്സ് തൊട്ട് മുമ്പൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഓർമ്മ ഉണ്ടാവും. നമ്പേഴ്സ് സ്പീഡായി എഴുതുക. 0 12,500 ഓക്കെ. അതിന് ശേഷം 1 lakh ബാലൻസ് 190 lakhsൻ്റെ 30% 57 lakhs ആഡ് ചെയ്യുമ്പോൾ 58 lakhs 12,500 പ്ലസ് സർചാർജ് അല്ലേ. സോ 58 lakhs 12,500 സർചാർജ് എത്ര വരും? 200 lakhs എക്സാക്ട് 200 lakhsന് 15% നമുക്ക് സർചാർജ് വരുന്നത്. സോ 15% സർചാർജ് നമുക്ക് 87 8,71,875 add up 66 lakhs 84,375. ഓക്കെ. സോ 66,84,375 രൂപയാണ് എന്ത് വരുന്നത്? ടാക്സ് നമുക്ക് വരുന്നത്. സോ 200 lakhsൻ്റെ മുകളിൽ നമുക്ക് വരുന്ന ടാക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കിയാൽ ജസ്റ്റ് 3 ലക്ഷം രൂപ കൂടിയതിൻ്റെ പേരിൽ അല്ലേ. സോ ആ ഒരു ടോട്ടൽ ഇൻകം 200 lakhsൽ നിന്ന് 203 lakhsലോട്ട് വന്നാൽ നമുക്ക് അവിടെ ഇൻക്രീസ് ഇൻ ഇൻകം. ഓക്കെ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ 200 lakhs ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ രേഖവൻ 203 lakhs ഉണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവനെ അപേക്ഷിച്ച് നമുക്ക് വെറും 3 ലക്ഷം രൂപയുടെ ഇൻകം ഇൻക്രീസ് ഉള്ളൂ അല്ലേ. പക്ഷേ ടാക്സിലുണ്ടാവുന്ന ഇൻക്രീസ് എന്നാണ് 66 ലക്ഷം ടാക്സ് അടക്കേണ്ട ആളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ നേരെ 73 ലക്ഷത്തിലോട്ടാണ് പോകുന്നത്. സോ വളരെ കൂടുതൽ എമൗണ്ട് നമ്മൾ എന്തെടുക്കണം? ടാക്സ് അടക്കണം. ആ ഒരു 3 ലക്ഷത്തിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. അപ്പോൾ ഇത്തരം സമയങ്ങളിലാണ് നമ്മൾ ആരെ ഹെൽപ്പ് തേടുന്നത്? മാർജിനൽ റിലീഫ് ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി അത്യാവശ്യം വലിയൊരു ഇൻക്രീസ് ആണ്. അപ്പോൾ ആ എമൗണ്ട് എക്സാക്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് താഴെ നോട്ട്സ് ചെയ്താൽ എക്സാമിനാണെങ്കിലും. സോ മാർജിനൽ റിലീഫ് എന്നൊരു നോട്ട് ചെയ്താൽ മാർജിനൽ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആദ്യം ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ ടാക്സ് ഓക്കെ. ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണ്? ഡിഫറൻസ് എടുക്കുക. 66 lakhs വരേണ്ട സ്ഥലത്ത് ഓക്കെ നമുക്ക് എത്ര വന്നു? 78,125 വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 6,93,750 രൂപയാണ് അവനെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ എന്ത് വന്നത്? ടാക്സ് വന്നത്. സോ അതിന് കാരണക്കാരനാരായിരുന്നു? ഇൻക്രീസ് ഇൻ ഇൻകം ആയിരുന്നു അല്ലേ. സോ ഇൻക്രീസ് ഇൻ ഇൻകം അവനെ അപേക്ഷിച്ച് നമുക്ക് ഇൻകം കൂടുതലാണ്, അതുകൊണ്ടാണ് ടാക്സ് കൂടുതൽ വന്നത്. ഇൻക്രീസ് ഇൻ ഇൻകം എത്രയേ കൂടുതലുള്ളൂ? ജസ്റ്റ് 3 lakhs കൂടുതലുള്ളൂ അല്ലേ. സോ 3 lakhs. അപ്പോൾ ഈ ഒരു 3 lakhs ഇൻകം കൂടിയതിൻ്റെ പേരിൽ ഗവൺമെൻറ് നമ്മളതിൽ നിന്ന് 6,93,000 ടാക്സ് വാങ്ങിക്കുന്നത് ശരിയാണോ? അല്ല. അതുകൊണ്ട് ഗവൺമെൻറ് പറയുകയാണ് ഓക്കെ 3,93,750 വി വിൽ ഗിവ് യു എന്ത് നമുക്ക് എന്തായിട്ട് തരും? ഒരു റിലീഫായിട്ട് ഡിസ്കൗണ്ട് ആയിട്ട് തരും. ദിസ് എമൗണ്ട് നമ്മൾ എന്തായിട്ട് എടുക്കണം? ഇവിടെ മാർജിൻ റിലീഫായിട്ട് എടുക്കണം. ദെർഫോർ ലെസ് മാർജിനൽ റിലീഫ് സെയിം എമൗണ്ട് 3,93,750. സോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 78,125 മൈനസ് 3,93,750. സോ മൈനസ് ചെയ്തെടുക്കുമ്പോൾ 69,84,375 will be the
ടാക്സ്. ഓക്കെ, ഇത്രയായിരിക്കും നമ്മളുടെ എന്ത് വരുന്നത്, ഇൻകം ടാക്സ് വിത്ത് സർചാർജ് വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മളതിന് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ത് ചെയ്യണം, 4% കൊടുക്കണം. ക്വസ്റ്റിൻ്റെ അകത്ത് ഇഗ്നോർ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അല്ലാത്ത കേസിൽ നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്തെങ്കിലും നമുക്ക് കൊടുക്കണം. സോ പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഫൈനൽ ടാക്സ് ഡിറ്റർമിൻ കമ്പ്യൂട്ടേഷൻ ഫൈനലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4% കൊടുക്കാം. 4% comes to 2,79,375. സോ ആഡ് ചെയ്തെടുക്കുമ്പോൾ 72,63,750 വിൽ ബി ദ ടോട്ടൽ ടാക്സ്. അപ്പോൾ അഗെയിൻ 2 കോടി രൂപ 2 കോടി 3 ലക്ഷം രൂപയ്ക്കും എന്തുണ്ട്, ഈവൻ 200 lakhs കഴിഞ്ഞിട്ട് ബോർഡർ കഴിഞ്ഞ് 3 lakhs വരുമ്പോഴും നമുക്ക് മാർജിൻ റിലീഫിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. അവിടെ തന്നെ നമുക്കൊരു 3,93,000 എന്ത് കിട്ടുന്നുണ്ട്, മാർജിൻ റിലീഫ് കിട്ടുന്നുണ്ട്. ദെൻ ഫൈനൽ ടാക്സ് തീരുമാനമായി കഴിഞ്ഞാൽ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ത് ചെയ്യാം, കൊടുക്കാം. ദറ്റ് ഈസ് ടോട്ടൽ 72,63,750. ഇവിടെ ഓൾറെഡി 10-ലാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ നിയർ 10-ലാണ് എമൗണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യം. സെക്ഷൻ നമ്പർ 288B ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി റൗണ്ട് ഓഫ് നിയറസ്റ്റ് 10-ലോട്ട് റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ മാർജിൻ റിലീഫിൻ്റെ എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. സർചാർജ് ആൻഡ് മാർജിൻ റിലീഫ് ഓൾഡ് സ്കീമിൽ ലാസ്റ്റ് ക്വസ്റ്റിന് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. Again calculate tax liability of Mr. AKM ഒരു ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കുക, ബിലോ 60. സോ ഇഫ് ടോട്ടൽ ഇൻകം എത്രയാണ്, ഇസ് ഈക്വൽ ടു 510 lakhs, 510 ലക്ഷം. ഓക്കെ, സോ നേരത്തെ നമ്മൾ 501 ലക്ഷം രൂപയുടെ നമ്മൾ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പ് നമ്മൾ ഓൾറെഡി 501 ലക്ഷം രൂപയുടെ ടാക്സ് നമ്മൾ കണ്ടിരുന്നു. അവിടെ 500 ലക്ഷം രൂപയുടെ ടാക്സ് നമ്മൾ സർചാർജ് അതുപോലെ തന്നെ മാർജിൻ റിലീഫൊക്കെ നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്തതാണ്. സോ അപ്പോൾ ഇതും അതുപോലെ തന്നെ 510 ലക്ഷം രൂപയുടെ ടാക്സ് മാർജിൻ റിലീഫിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. സോ അഗെയിൻ ആൻസർ എടുക്കാം. ഫസ്റ്റ് ടാക്സ് ഓൺ 510 lakhs, 0 to 2.5 lakhs ബേസിക് എക്സംഷൻ ആയതുകൊണ്ട് 0. ദെൻ 2.5 to 5 lakhs നമുക്ക് 12,500 5%. ദെൻ 5 lakhs to 10 lakhs നമുക്ക് വരുന്നത് 1 lakh rupees നമുക്ക് വരും. ഓക്കെ, ദെൻ അതിന് ശേഷം നമുക്ക് 20% 1 lakh. ഓക്കെ, ദെൻ 10 lakhs to 510 ദറ്റ് ഈസ് 10 ലക്ഷം മുതൽ 510 ലക്ഷം വരെ നമുക്ക് 500 lakhs ഉണ്ട് അല്ലേ. സോ 5 കോടി രൂപ. സോ 500 lakhsൻ്റെ 30% കംസ് ടു 150 lakhs വരും. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 151,12,500. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബിക്കോസ് 500 lakhs അല്ലെങ്കിൽ 5 crores എക്സീഡ് ചെയ്തതുകൊണ്ട് നമുക്കറിയാം സർചാർജിൻ്റെ അപ്ലിക്കേഷൻ എത്ര പെർസെൻറ്റേജ് ആണ്, 37% ആണ് അല്ലേ. ദെർഫോർ നമ്മൾ എന്ത് ചെയ്യുക, സർചാർജ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. സർചാർജ് അറ്റ് ദ റേറ്റ് ഓഫ് 37%. സോ 151 lakhs 12,500 എന്ന് പറയുന്ന എമൗണ്ട് എത്ര പെർസെൻറ്റേജ്, 37% നമ്മൾ എന്ത് ചെയ്യുക, സർചാർജ് അപ്ലൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 55,91,625 ആഡ് ചെയ്തെടുക്കാം. വിച്ച് ഈസ് ഈക്വൽ 207. ഓക്കെ, 04,125. അപ്പോൾ ഏകദേശം 2,07,00,000. ഓക്കെ, സോ 4,125 രൂപ. അപ്പോൾ 5 കോടി വരുമാനം, 5 കോടി 10 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഗവൺമെൻറ്റിലോട്ട് ടാക്സ് എത്ര കൊടുക്കേണ്ടി വരാണ്, 2,07,04,125 രൂപ കൊടുക്കേണ്ടി വരാണ്. ഓക്കെ, സോ വിത്തൗട്ട് നമ്മളുടെ മാർജിൻ റിലീഫ് ആപ്ലിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അതിന് മുമ്പ്. അപ്പോൾ ഇവിടെയാണ് നമുക്കറിയാം 510 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബോർഡർ വിട്ട് കുറച്ച് കഴിഞ്ഞു അല്ലേ. സോ കാരണം 500 lakhs ആണ് സ്ലാബ് റേറ്റ് മാറുന്നത്. സർചാർജിൻ്റെ സ്ലാബ് റേറ്റ് 25-ൽ നിന്ന്. ഓക്കെ, സോ നേരെ സ്ലാബ് എല്ലാം അപ്ലിക്കബിൾ ആവുന്നത് നമുക്കൊരു ഫ്ലാറ്റ് റേറ്റിലാണ്. നമ്മൾ ആ സ്ലാബ് മാറുന്നത് ചേഞ്ച് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്, 500 lakhsൽ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ 500 lakhsൽ ചേഞ്ചായി പിന്നീട് ഒരു 10 ലക്ഷം വരെയൊക്കെ എത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, മാർജിൻ റിലീഫ് നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത്. therefore നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ടാക്സ് ഓൺ 500 lakhs. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ചെയ്തത് തന്നെയാണ്. therefore 0, 12,500. അതുപോലെ തന്നെ 1 lakh. ദെൻ ആ ഒരു 490 lakhsന് 490 ലക്ഷത്തിൻ്റെ 30% കംസ് ടു 147 lakhs. ടോട്ടൽ 148 lakhs 12,500.
500 അല്ലേ? യെസ്. ഇനി ഈ 148,12,500 രൂപ അത് ഡയറക്റ്റ് ഇതിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണോ? ആണോ? അല്ല, ഇവിടെയും സർചാർജ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു സെയിം സർചാർജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എവിടെയുണ്ട്? ഈ ഒരു 500 lakhs നമുക്ക് അപ്ലിക്കേബിൾ ആണ്. പക്ഷേ റേറ്റ് ഓഫ് ചാർജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എത്രയാണ്? 25% ഉള്ളൂ. ബിക്കോസ് 500 lakhs എക്സാക്ട്ലി 500 lakhs എത്രയാണ് സർചാർജ്? 25%. ദെയർഫോർ ഈ ഒരു 148,12,500 25% കംസ് ടു 37,03,125 ആഡ് ചെയ്യണം നമ്മളല്ലേ? സോ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 1,85,15,625 രൂപ എന്നുള്ള ടാക്സാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ വെച്ച് തന്നെ ഈ ഒരു ചെക്കിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ നമ്മളൊരു 500 ലക്ഷം രൂപ വരുമാനമുള്ള ആളാണെങ്കിൽ 1,85 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ട സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 510 ലക്ഷം രൂപ വന്നതുകൊണ്ട്, ജസ്റ്റ് ഒരു 10 ലക്ഷം രൂപ കൂടുതൽ എന്ത് ചെയ്ത് വന്നതുകൊണ്ട് നമ്മളുടെ ടാക്സ് ലയബിലിറ്റി 185 നിന്ന് നമ്മൾ 207 അല്ലേ? സോ ഏകദേശം 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, 185 195 ആവുന്നു, പിന്നെ 205 ആവുന്നു. അപ്പോൾ 207 എന്ന് പറയുമ്പോൾ 22 ലക്ഷം രൂപ ആ റേഞ്ചിലോട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു ടാക്സ് ലയബിലിറ്റിയിൽ വലിയൊരു ഇൻക്രീസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? 10 ലക്ഷം രൂപ കൂടിയതുകൊണ്ട്, വെറും 10 ലക്ഷം രൂപ ഇൻകം കൂടിയതുകൊണ്ട് 22 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ഇൻകത്തിനേക്കാളും കൂടുതലാണ് ഇൻക്രീസ് ഇൻ ടാക്സ് എന്നുള്ളത് അല്ലേ? അപ്പോൾ മാർജിനൽ റിലീഫ് അപ്ലിക്കബിലിറ്റി നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? തൊട്ട് താഴെ ഇവിടെ മാർജിനൽ റിലീഫ് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മാർജിനൽ റിലീഫ് സോ നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ആദ്യം ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണ്? ഡിഫറൻസ് എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് 185,15,625 minus 203,04,125. So increase in tax is equal to 125 minus 185,15,625. So increase in tax is equal to 21,88,500. ഓക്കെ, സോ 21,88,500 രൂപയാണ് ടാക്സിലുണ്ടായ ഇമ്പാക്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ ഇൻക്രീസ്. ദെൻ വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ഈ ഒരു ടാക്സ് ഇത്രയും കൂടാനുള്ള കാരണം എന്തായിരുന്നു? അയാളെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് ഇൻകം കൂടുതലുണ്ട്. എത്ര ഇൻകം കൂടുതലുണ്ട്? അയാൾക്ക് 500 ഉണ്ടെങ്കിൽ നമുക്ക് 510 ലക്ഷം ഉണ്ട് അല്ലേ? സോ 10 ലക്ഷം രൂപ ഇൻകം കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപ ഇൻകം കൂടിയതിൻ്റെ പേരിൽ 21 ലക്ഷം രൂപ ടാക്സ് കൂടാന്നാണോ? ശരിയാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അതിന് എന്ത് തരും? റിലീഫ് തരും. ആ റിലീഫാണ് മാർജിനൽ റിലീഫ്, വിച്ച് ഈസ് ഈക്വൽ ടു ആ ഡിഫറൻസ് ആയിട്ടുള്ള 11,88,500 രൂപ അല്ലേ? സോ ഈ 11,88,500 രൂപ നമുക്ക് എന്ത് കുറച്ചടച്ചാൽ മതി. അപ്പോൾ നമ്മൾ നോർമൽ 37% സർചാർജിൽ കണ്ട എമൗണ്ട് എത്രയാണോ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു മാർജിനൽ റിലീഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് ചെയ്യാനായിട്ട് പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു 11,88,500 റുപ്പീസ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. സോ 207,04,125 മൈനസ് 11,88,500 is equal to so 1,95,15,625. ഓക്കെ അല്ലേ? യെസ്. ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, സോ ഈ എമൗണ്ട് എന്തായിരിക്കും? ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഈ 500 lakhsന്റെ ടാക്സ് എത്രയാണോ ആ ടാക്സ് പ്ലസ് നമുക്ക് എക്സ്ട്രാ വന്ന ഇൻകം നമ്മൾ എന്ത് ചെയ്യുക? വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? ദെർഫോർ 185,15,625 നമ്മൾ കൊടുക്കും. ദെൻ നമുക്ക് എക്സ്ട്രാ വന്ന 10 ലക്ഷം കൂടെ കൊടുക്കുമ്പോൾ 185 എന്നുള്ളതാവും 195 ആവും. ആ സെയിം ആൻസറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, യെസ്. ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് പ്ലസ് സർചാർജ് നമ്മൾ ചെയ്തു. പ്ലസ് എന്ത് വരുന്നുണ്ട്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് at the rate of 4%, that is into 4% comes to 7,80,625 rupees എന്തായിട്ട് കൊടുക്കണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഓൺലി ഫോർ ദ പർപ്പസ്. നമുക്കറിയാം ഈ ഒരു ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസിൻ്റെ പ്രത്യേകത അത് എന്ത് പർപ്പസിന് മാത്രം? ഈ ഒരു ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിന് മാത്രമേ ഗവൺമെൻറ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻകം ടാക്സ് ഈ ഒരു എമൗണ്ട് 1,95 എനി പർപ്പസിന് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഗവൺമെൻറ്റിന് എനി പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. 7,80,000 ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. സോ ആഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടാക്സ് 2,02,26,250 രൂപ. റൗണ്ട് ഓഫിൻ്റെ ആവശ്യം വരുന്നില്ല. ഓൾറെഡി 10 തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ് ഓഫ് എന്ത്? സർചാർജ് ആൻഡ് മാർജിൻ റിലീഫ്. വളരെ സിമ്പിളാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ത് ചെയ്യുക? എല്ലാവരും ചെയ്ത് നോക്കുക ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ്. വിത്ത് ദിസ് നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെ എന്ത്
നമ്മളുടെ 5 crores വരെ ഉള്ളത്, അല്ലെങ്കിൽ 5 crores താഴെ, എനിക്ക് 50 lakhs താഴെ നമ്മൾ ചെയ്തു. 50 lakhs to 1 crore ചെയ്തു. 1 crore to 2 crores നമ്മൾ ചെയ്തു. 2 crores to 5 crores ചെയ്തു. ദെൻ 5 crores മുകളിലുള്ള കോൺസെപ്റ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബോർഡർ ലെവലിലും പിന്നെ ബോർഡർ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കഴിഞ്ഞിട്ട് വരുന്ന ടോട്ടൽ ഇൻകം ആ ലെവലിലേക്കുള്ള നമ്മൾ ചെയ്ത് നോക്കി. മാർജിൻ റിലീഫ് എപ്പോഴാണ് വരുന്നതെന്നും ഓക്കെ, അതുപോലെ അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ്, അത് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാമെന്ന് ചെയ്ത് നോക്കാം. 12 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഓൾവേസ് മനസ്സിലാക്കുക മാർജിൻ റിലീഫ് എന്ന് പറയുന്നത് ഓക്കെ. സോ നമ്മൾ സർചാർജ് ആരാണ്, ഒരു ടെററിസ്റ്റ് ആണ്. അവൻ ബോർഡറിൽ വന്നാൽ നമുക്ക് എന്ത് വരും, പ്രശ്നം വരും. ആ പ്രശ്നത്തിന് സൊല്യൂഷനാണ് മാർജിൻ റിലീഫ്. അപ്പോൾ ബോർഡറിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, മാർജിൻ റിലീഫ് നമുക്ക് ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ.